നമുക്ക് വർഗമുന്തിരിത്തോപ്പുകളെ കുറിച്ച് പറയുമ്പം വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് കെ സുധാകരൻ എന്ന നോവലിസ്റ്റ്. ഒരു വെള്ളിയാഴ്ചയുടെ ഓർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിരക്കഥയും സംവിധാനവും സംഭാഷണവും ഒക്കെ പർനാൻ സാറ് പിന്നീട് ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ കേട്ടറിഞ്ഞൊരു സംഭവം പറയാം. വളരെ രസകരമായൊരു സംഭവമാണ്. ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് പ്രൊഡ്യൂസർമാർക്ക് ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇവരിത് പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒന്നെങ്കിൽ സോഫിയയുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ സോളമൻ പോൾ പൈലോക്കാരനെ കൊന്നിട്ട് ജയിലിൽ പോകണം. ഈ ഒരു ക്ലൈമാക്സ് ഇവർക്ക് പ്രൊഡ്യൂസർമാർക്ക് സ്വീകാര്യമായിരുന്നില്ല. പർനാൻ സാറിന് ഇത് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. ഈ സിനിമ നടക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നടക്കുകയുള്ളൂ എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു. അതാണ് അദ്ദേഹത്തിന് ആ സിനിമയോടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കിനോടുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 6 മാസത്തോളം അവർ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ട് അവസാനം പർനാൻ സാറിൻ്റെ കോൺഫിഡൻസിന് വഴങ്ങുമായിരുന്നു. പിന്നീട് നടന്ന ചരിത്രമാണ്. ആദ്യത്തെ ആഴ്ചത്തെ റെസ്പോൺസ് കണ്ടിട്ട് അദ്ദേഹത്തിനെ തേടി നിർമ്മാതാക്കളടക്കം സമാനപതികളുമായി വന്നു എന്നാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ആ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം. ഇന്നും അത് ലെജൻഡായിട്ടും ക്ലാസിക്കായിട്ടും നിൽക്കുന്ന, യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 3-4 ഈ ഫുൾ സിനിമയുടെ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വ്യൂവേഴ്സ് ഇതെല്ലാ വീഡിയോയ്ക്കും മില്യൺ വ്യൂവേഴ്സാണ്. അതുതന്നെയാണ് സിനിമയുടെ പ്രത്യേകത.